Our next female contestant coming under the Apple Short Shots category is Kanirappallayil ninnum Anju. അഞ്ജുനെ തന്നെ വിളിച്ചത്, സംശയം വേണ്ട. ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തു പറ്റി? കഴിഞ്ഞ റൗണ്ട് പ്രശ്നമായോ? കുറവായിരുന്നു അല്ലേ? പക്ഷെ ഓഫ് കോഴ്സ് മാർക്സ് മാത്രല്ല, SMS പ്ലേസ് എ ബിഗ് ഫാക്ടർ എന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. മനസ്സിലായി. ഓക്കെ, അപ്പോ നമ്മൾ ആരും ഡിസപ്പോയിന്റ് ചെയ്യരുത്. അടുത്ത പ്രാവശ്യം ഇതിൽ തീർച്ചയായിട്ടും ഉറപ്പ് തന്നെയാണ് നന്നായിട്ട് തന്നെ പാടുന്നു. ഓക്കെ, ദാറ്റ് ഈസ് എ സ്മാർട്ട് അഞ്ജു. ഗുഡ് ഗുഡ് ഗുഡ്. ഭക്ഷണം നന്നായി കഴിച്ചു തുടങ്ങിയോ? ഇപ്പോ കഴിക്കുന്നുണ്ട്. അതിന്റെ വ്യത്യാസമാണ്. ഓക്കെ, അപ്പോ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അടുത്ത മെയിൽ കണ്ടസ്റ്റന്റ് കമ്മിങ് അണ്ടർ ദി ആപ്പിൾ ഷോർട്ട് ഷോട്ട്സ് കാറ്റഗറി ഈസ്, ഈ കണ്ടസ്റ്റന്റും വളരെ ചെറിയൊരു കാലയളവിൽ വളരെയധികം ഇംപ്രൂവ്മെന്റ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് വിഷ്ണു കുറുപ്പ്. വിഷ്ണു, ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. വിഷ്ണു പറഞ്ഞ പോലെ വളരെയധികം ഇംപ്രൂവ്മെന്റ് കാണിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. വി ആർ ഓൾ സോ ഹാപ്പി വിഷ്ണു ഇന്ന് ഷോർട്ട് ഷോട്ട്സിൽ വന്നു എന്ന് അറിഞ്ഞപ്പോ. ഓക്കെ, അപ്പോ നമ്മുടെ എക്സ്പെക്ടേഷൻ എപ്പോഴും ഹൈ ആയിരിക്കും വിഷ്ണുവിനെ കുറിച്ച്. അപ്പൊ ഈ ചെയ്യുന്ന വർക്ക്, ഐ തിങ്ക് യു ആർ വർക്കിംഗ് ഹാർഡ് അല്ലേ? ഇറ്റ് ഷോസ് ഇൻ യുവർ പെർഫോമൻസ് ഓൾസോ. വിഷ്ണു എന്തൊക്കെയാ ചെയ്യാറ്? പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ട് എല്ലാ ദിവസവും? ശ്രുതി ഭയങ്കര പ്രശ്നമായിരുന്നു, പക്ഷെ ശ്രുതിയൊക്കെ ഇപ്പൊ ചെയ്യാറുണ്ട്. എപ്പോഴും എല്ലാ ദിവസവും ചെയ്യാറുണ്ട് അതല്ലേ? ഓക്കെ, ഗുഡ്. സോ കീപ് ഇറ്റ് അപ്പ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അടുത്ത female contestant under the Apple Short Shots category is Ayana. എന്താണ് അയന? ഒരു ഞെട്ടൽ അയനയുടെ പേര് വിളിച്ചപ്പോ ശരിക്കും ഞെട്ടിയില്ലേ? ഈ പറഞ്ഞ മാതിരി ദിസ് ഇസ് ഓൾ ഓഫ്കോഴ്സ് നിങ്ങൾ നന്നായി പെർഫോം ചെയ്യാ. സാറ് പറഞ്ഞ പോലെ നന്നായി പെർഫോം ചെയ്താൽ അതിന്റെ ഫലം സമ്മയോധി അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോ പ്ലീസ് കീപ് ഇറ്റ് അപ്പ്. നെക്സ്റ്റ് ടൈം ഇതുപോലെ തന്നെ ആവണം. ഓക്കെ, ഒരിക്കലും അടുത്ത കാറ്റഗറിയിലേക്ക് വരാൻ പാടില്ല. ഓൾ ദി ബെസ്റ്റ് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. സോ അടുത്ത ആപ്പിൾ ഷോർട്ട് ഷോട്ട്സ് കാറ്റഗറിയിൽ ഇനി ഒരു മെയിൽ കണ്ടസ്റ്റന്റ് കൂടിയേ ഉള്ളൂ. ആൻഡ് ദാറ്റ് മെയിൽ കണ്ടസ്റ്റന്റ് who comes under the Apple Short Shots category is രാകേഷ്, സനൂപ്, അങ്ങനെ ഒരുപാട് പേരുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. ആരാ? സനൂപ് അല്ല, രാകേഷ്. കൺഗ്രാറ്റ്സ് രാകേഷ്. സോ ടെൻഷൻ അടിച്ചിട്ടാണോ മുടിയൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ വെട്ടിക്കളഞ്ഞത്? മുടി കുറെ പോയി ടെൻഷൻ കാരണം. അതല്ലേ? ഓക്കെ രാകേഷ്, അപ്പോ എന്താ പ്രതീക്ഷിച്ചിരുന്നില്ല? ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്ത് പറ്റി? കാരണം എന്തായാലും മാർക്സ് ഭയങ്കര കുറവായിരുന്നു. അപ്പോ SMS ഭയങ്കര പ്രശ്നമായി പോയത്. 2 റൗണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ശരി, ഓക്കെ. എന്താ പറയണ്ടെന്ന് അറിയില്ല. അപ്പൊ രാകേഷിന് ഓഡിയൻസിന്റെ സപ്പോർട്ട് നല്ലോണം ഉണ്ട്. താങ്ക് യു വെരി മച്ച്. വോട്ട് ചെയ്തതിന് എല്ലാവർക്കും no words. Yes, അപ്പൊ we all expect a lot from you Rakesh. Keep it up. Thank you. And all the best. ആപ്പിൾ ഷോർട്ട് ഷോട്ട്സ് കാറ്റഗറിയിൽ വന്ന 16 കണ്ടസ്റ്റന്റ്സിനെയും നിങ്ങൾ എല്ലാവരും കണ്ടു. അടുത്തത് ആപ്പിൾ നാരോ എസ്കേപ്സ് കാറ്റഗറിയാണ്. ഈ കാറ്റഗറിയിൽ നാല് പേര് ഉണ്ടാവില്ല. 2 male and 2 female contestants. ഇന്ന് 2 crore Apple Megastars എന്ന ഈ ഷോനോട് ഗുഡ് ബൈ പറയണം. സോ സനൂപ് ഒരു നല്ലൊരു പെർഫോമർ ആണ്, നല്ല കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ എങ്ങനെ സനൂപ് ഈ കാറ്റഗറിയിൽ വന്നു? എന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഏത് റൗണ്ട് ശരിക്കും സനൂപിന് ഒരു മാർക്ക് സാധാരണ കിട്ടുന്നേക്കാളും ഒന്ന് ഒരു ഡൗൺ ആയത് ഏത് പെർഫോമൻസിലായിരുന്നു? ഫെസ്റ്റിവലിന് ഏത് പാട്ടാ പാടിയിരുന്നത്? ഉത്രാടപ്പൂളി. അതിൽ കുറച്ച് പ്രശ്നമായി അല്ലേ? വൈശാഖ്, എന്താണ് വൈശാഖിന്റെ പ്രതീക്ഷ?
അടുപ്പിച്ച് ഉറക്കെ പറയൂ. അറിയില്ല. ഹിന്ദി റൗണ്ട് കുറച്ച് മാർക്ക് പറഞ്ഞു. ഹിന്ദി റൗണ്ടില് ഏത് പാട്ടാ പാടിയിരുന്ന ഹിന്ദി റൗണ്ടില്? ഡം ഡം ഡി ഗാഡിക. അത് പ്രശ്നമായി ആ റൗണ്ട് അല്ലേ? ഹിന്ദി പാട്ട് എന്താ പാടി പരിചയമില്ലാത്തോണ്ടാണോ പ്രോബ്ലം ആയത്? പ്രാക്ടീസ് ചെയ്തിരുന്നില്ലേ? ചെയ്തിരുന്നു, പക്ഷേ അന്നെന്തോ പറ്റിപ്പോയി. വൈശാഖിന് ശരിക്കും പാട്ട് പാടുന്നല്ലാതെ വേറെ എന്തൊക്കെയോ കഴിവുകൾ ഉണ്ടെന്നൊക്കെ ഒരു റൂമർ ഇവിടെ ഇങ്ങനെ കേട്ടു. ഏറ്റവും കൂടുതൽ താല്പര്യം എന്തിനോടാണ്? പാടുന്നതിനോടാണോ അതോ ചെണ്ട വായിക്കുന്നതിനോടാണോ? എന്തിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് എല്ലാത്തിനോടും ഇഷ്ടം. അല്ല, എന്നാലും ഒരു പടി കൂടുതൽ എന്തിനായിരിക്കും? ഹാർമോണിയം വായിക്കും. ശരി ശരി, ഓക്കെ. അപ്പൊ ഹാർമോണിയം വായിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോ കുറെ കൂടെ നല്ലോണം പാടാൻ പറ്റില്ലേ? ചെയ്യലുണ്ട്. ഇപ്പൊ ഇനി പ്രോമിസ് ചെയ്യണം, ഇനി ഉഴപ്പില്ല. യൂഷ്വലി പാടുന്ന വൈശാഖ എപ്പോഴും ഒരേ ഒരു സ്റ്റൈലില്, ക്ലാസിക്കൽ സ്റ്റൈൽ വൈശാഖൻ ഇപ്പോഴും അങ്ങോട്ട് പുറത്ത് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. അതൊരു മോശപ്പെട്ട കാര്യം എന്നല്ല പറയുന്നത്. പക്ഷെ ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ പാട്ടുകൾ പാടുമ്പോ അത് ആ സ്റ്റൈല് നല്ലോണം അതിനിണങ്ങും. ഇപ്പൊ അല്ലാത്ത ലൈറ്റ് അല്ലെങ്കിൽ ഇപ്പൊ ഫാസ്റ്റ് സോങ്സ് ഒക്കെ പാടുമ്പോ അത് ഒരു വൈശാഖിന്റെ സ്റ്റൈല് തനിയെ നിൽക്കും മറ്റുള്ള കുട്ടികളുടെ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് ഒരുപാട് പാട്ടുകൾ കേൾക്കണം എന്ന് പറയുന്നത്. കൂടുതൽ ഒരുപാട് ഇനിയും കേൾക്കണം. വൈശാഖ കേൾക്കുന്നത് പോരാ, മറ്റുള്ള ഒരുപാട് ഫിലിം സോങ്സ്, ഇപ്പോഴത്തെ പാട്ടുകളും പഴയ പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കണം. സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യണം കേട്ടോ. ചെയ്യോ? അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കാൻ പാടില്ല കേട്ടോ. ശരി. നേഹ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു കണ്ടസ്റ്റന്റ് അല്ല. എന്താ പറ്റിയ നേഹയ്ക്ക്? Are you sure you gave your maximum or? എൻ്റെ ഹിന്ദി ഓൾഡ് സോങ്സ് റൗണ്ടിൽ എനിക്ക് അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ല. ഏത് പാട്ടാ പാടിയിരുന്നെ? ഇൻഹി ലോഗോനെ. എന്താ പറ്റിയ? പ്രാക്ടീസ് ചെയ്യാൻ സമയം? പ്രാക്ടീസ് ചെയ്തിരുന്നു, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പോഴും നന്നായിട്ട് ഒരുവിധം പാടുമായിരുന്നു. പക്ഷെ അന്ന് സ്റ്റേജിൽ പാടിയിട്ട് എനിക്ക് ഇഷ്ടമായില്ല, ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. നിത്യ ഹിന്ദി റൗണ്ടിനും മലയാളം ഫാസ്റ്റ് സോങ് റൗണ്ടിനും രണ്ടിനും എനിക്ക് സെയിം മാർക്സ് ആണ്. പിന്നെ ദീപക് സാറും ചിത്രാമ്മ എപ്പോഴും പറയാനുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ കൊണ്ട് ബോബിൾ. അപ്പൊ ഇതിനിടയിൽ ഞാൻ ട്രീറ്റ്മെന്റിന് പോയിരുന്നു ചിത്രാമ്മയുടെ കണ്ടീഷനിൽ ജയകുമാർ ഡോക്ടറിന്റെ അടുത്ത്. പറഞ്ഞു വോക്കൽ സ്ട്രെയിൻ ഉണ്ട്, അപ്പൊ പ്ലസ് ടെൻഷൻ കൂടെ വരുന്ന കാരണം അത് കൂടുതൽ രജിസ്റ്റർ ആയിട്ട്. എന്തുകൊണ്ടാണ് നിത്യക്ക് ടെൻഷൻ? ഇപ്പൊ നമ്മുടെ ഷോ തുടങ്ങിയിട്ട് ഇപ്പൊ ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് 5 months. എന്തുകൊണ്ടാ ടെൻഷൻ തോന്നേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് നോബഡി ഈസ് എ സ്ട്രേഞ്ചർ ടു യു ഹിയർ. എല്ലാവരും അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ എന്താ നിത്യക്ക് ഇത്ര ടെൻഷൻ വരാൻ എന്താ കാരണം? ആരെങ്കിലും പറഞ്ഞു പേടിപ്പിക്കോ? ഇല്ല, പിന്നെ പറഞ്ഞു പേടിപ്പിക്കുന്നില്ല. മുമ്പായാലും ടെൻഷൻ ഒരു അഡിക്വേറ്റ് എമൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് നന്നായി പാടാൻ പറ്റാറുള്ളൂ. അല്ല എന്നുവെച്ചാല് ഒരു എന്താ പറയാ, ഭയഭക്തി ആ ചെയ്യുന്നതിനോടുള്ള അത് ഒരു പൊടിക്ക് വേണമെന്ന് ഉള്ള കൂട്ടത്തിലാണ്. പക്ഷെ ഇപ്പൊന്ന് വെച്ചാല് മേ ബി പറഞ്ഞ വോബിളുടെ പ്രോബ്ലം, പിന്നെ ടെൻഷൻ ഇത്രയും വലിയ ജഡ്ജസിന് മുന്നിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ ഓരോ റൗണ്ടിലും പുതിയ സോങ് ആണല്ലോ, അപ്പൊ ആ സോങ്ങിനോട്. സുകന്യ മാം, നിത്യ ഷീസ് എ വെരി ഗുഡ് കണ്ടസ്റ്റന്റ്. പക്ഷെ എപ്പോഴും നിത്യക്ക് പ്രശ്നം പറ്റുന്ന എന്താ വെച്ചാൽ ഭയങ്കര ടെൻഷനാണ്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇപ്പൊ പടയപ്പയിലെ മിൻസാരപ്പൂവേ ആൻഡ് പഴയ മലയാളം ആലാപനം എന്നുള്ള പാട്ട് അതൊക്കെ പാടിയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ്. ബട്ട് ഷീ ഈസ് ഓൾവേസ് എക്സ്ട്രീംലി ടെൻസ്ഡ്. അല്ല, ഇപ്പൊ എന്തോ പറഞ്ഞല്ലേ വലിയ ജഡ്ജസിന് ഈ സൈസ് ആണോ പറഞ്ഞത്? അതാണെങ്കിൽ ഐ വിൽ അക്സെപ്റ്റ് ബിക്കോസ് ഐ ആം ഹിയർ. അല്ല, ഞാൻ ചുമ്മാ കളിയാക്കാൻ വേണ്ടിയാ പറഞ്ഞത്. പാടുമ്പോ ഈ ഐ തിങ്ക് സ്റ്റേജിൽ കയറിയ or whatever, wherever, if you take an art, if you start doing that, you have to forget the whole world. Maybe you should think it as an offering. If you bhakti undo, okay, then think it is an offering to God and just do it. Maybe it can help. If you love music, then you have to give it to music itself. Don't hold it back for yourself. Thank you, ma'am. That's great advice. Yes.